നമസ്കാരം. നമ്മുടെ നാടൻ പീരികങ്ങായി, അതായത് സ്പോഞ്ച് പീച്ചിങ്ങ, ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് രക്തത്തിൽ കലർന്നിട്ടുള്ള വിഷപദാർത്ഥങ്ങളെ പുറന്തള്ളി രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. ഈ പ്രക്രിയയിലൂടെ അവ കരളിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ അമിത മദ്യപാനം മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങളിൽ നിന്നും ശമനം നൽകുവാനും രക്തക്കുഴലുകളിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കും. ധാരാളം നാരുകൾ അടങ്ങിയ പച്ചക്കറി ആയതിനാൽ ഇവ ഭക്ഷിക്കുന്നത് ദഹനപ്രക്രിയ എളുപ്പമാക്കുകയും ദഹനേന്ദ്രിയത്തിൻ്റെ പ്രവർത്തനം ഊർജപ്പെടുത്തുകയും ചെയ്യും. മഞ്ഞപ്പിത്ത രോഗ ബാധിതർക്ക് രോഗശമനത്തിനായി ഇവയുടെ പഴച്ചാർ കുടിക്കാൻ നൽകുന്നതായും കണ്ടുവരുന്നുണ്ട്. ഇത് രോഗമുക്തി ത്വരിതപ്പെടുത്തുവാനായിട്ട് സഹായിക്കും. ഇവയിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പിൻ്റെ പ്രദാനം ചെയ്യുന്ന കലോറിയുടെ അളവും വളരെ കുറവായതിനാൽ ജീവിതശൈലി രോഗങ്ങളായ കൊളസ്ട്രോൾ, അമിതവണ്ണം എന്നിവ നിയന്ത്രിക്കാനും സഹായിക്കും. കൂടാതെ അസിഡിറ്റി, അൾസർ എന്നീ രോഗാവസ്ഥകളിൽ നിന്നും ശരീരത്തെ ഇവ സംരക്ഷിക്കും. ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. അതുപ്രകാരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് പ്രമേഹം നിയന്ത്രണം വിധേയമാക്കുവാനും സഹായിക്കുന്നു. ബീറ്റ കരോട്ടിൻ ധാരാളം അടങ്ങിയതിനാൽ കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. ചർമ്മ ആരോഗ്യ സംരക്ഷണത്തിലും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. രക്തശുദ്ധീകരണ കഴിവുള്ളതിനാൽ മുഖക്കുരുവും ചർമ്മത്തിലെ മറ്റു പല പ്രശ്നങ്ങൾ തടയാനും ഇവ സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻ്റായ വിറ്റാമിൻ സിയാൽ സമ്പന്നമായതിനാൽ ചർമ്മത്തിൻ്റെ നിർജ്ജലീകരണം തടയാനും ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കുവാനും യൗവനം നിലനിർത്താനും സഹായിക്കുന്നു. സ്പോഞ്ച് പീച്ചിങ്ങ മൂപ്പെത്താത്ത കായ്കളാണ് പച്ചക്കറി ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കായ്കൾ ഇളം പച്ച നിറത്തിലോ കടും പച്ച നിറത്തിലോ കാണപ്പെടുന്നു. കൃഷി ചെയ്യുന്ന ഇനങ്ങൾക്കനുസരിച്ച് ഇവ വ്യത്യസ്തപ്പെടാം. ഇവ പാകം ചെയ്ത് ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ കക്കിരി പോലെ സലാഡുകളിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യാം. സ്പോഞ്ച് പീച്ചിങ്ങ ഉപയോഗിച്ച് രുചികരമായ നിരവധി വിഭവങ്ങൾ തയ്യാറാക്കാം. സൂപ്പ്, കറി, ചട്നി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തയ്യാറാക്കാം. ജലാംശം വളരെ കൂടുതലുള്ള കായ്കൾ ആയതിനാൽ ഇവ പെട്ടെന്ന് വേവിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ആവിയിൽ വേവിച്ചെടുത്ത് സോയ സോസും എണ്ണയും ചേർത്ത് കഴിക്കാം. ഇതിലേക്ക് സ്വാദ് കൂട്ടുന്നതിനായിട്ട് വെളുത്തുള്ളിയും മുളകും ചതച്ച് ചേർക്കാം. സബ്ജി, ബജി എന്നിവ തയ്യാറാക്കാനും ഉപയോഗിക്കാം. കൂടാതെ മീൻ, ഇറച്ചി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ കൂടെയും പാകം ചെയ്യുമ്പോൾ ഇവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജലാംശം കൂടുതലായതിനാൽ ഇവ പാകം ചെയ്യുമ്പോൾ അധികം വെള്ളം ചേർക്കണ്ട. മൂപ്പെത്തുന്നതോടുകൂടി കായ്കളുടെ ഉൾഭാഗം നാരുകൾ നിറഞ്ഞ് ചകിരി പോലെയാകും. ഇവ പാത്രം കഴുകാനും ശരീരം തേച്ച് കുളിക്കാനും ഉപയോഗിക്കാം. എല്ലാ തരത്തിലുള്ള മണ്ണിലും വളരുമെങ്കിലും മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ് ഏറ്റവും അനുയോജ്യം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന തുറസായ സ്ഥലമാണ് സ്പോഞ്ച് പീച്ചിങ്ങ കൃഷി ചെയ്യാനായിട്ട് നല്ലത്. ധാരാളം വെള്ളം ആവശ്യമായിട്ട് വരുന്ന ഈ വിള മതിയായ ജലസേചനം ഉറപ്പുവരുത്താൻ കഴിയുന്ന പ്രദേശങ്ങളിൽ മാത്രമേ വേനൽക്കാലങ്ങളിൽ കൃഷി ചെയ്യാൻ സാധിക്കുള്ളൂ. ഫെബ്രുവരി, മാർച്ച് അല്ലെങ്കിൽ മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് സ്പോഞ്ച് പീച്ചിങ്ങ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം. മറ്റ് വെള്ളരി വർഗ്ഗ വിളകളിൽ അനുവർത്തിച്ച് വരുന്ന കൃഷിമുറകൾ തന്നെയാണ് ഇവയിലും പിന്തുടരേണ്ടത്.